Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 ജൂൺ 9 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ പാർപ്പിട കെട്ടിടങ്ങളിൽ CCTV ക്യാമറകൾ നിർബന്ധമാക്കണമെന്ന നിർദ്ദേശവുമായി ബഹ്റൈൻ പാർലമെന്റ് MPമാർ. പാർലമെന്റിന്റെ സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് ചെയർമാൻ അഹമ്മദ് അൽ സലൂമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. മോഷണം, നശീകരണം, നിയമവിരുദ്ധമായ റേസിംഗ് എന്നിവയുൾപ്പെടെ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം. വീടുകൾ, വില്ലകൾ, അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ, പാർപ്പിട കോമ്പൗണ്ടുകൾ തുടങ്ങിയവയിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. നിലവിൽ ശുപാർശ സതേൺ, നോർത്തേൺ, മുഹറക് മുനിസിപ്പൽ കൗൺസിലുകളും ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡും അവലോകനം ചെയ്തു വരികയാണ്. കലാസാംസ്കാരിക സംഘടനയായ 7 കൾച്ചറൽ ഫോറം അതിൻ്റെ 2ാം വാർഷികവും പുതിയ കമ്മിറ്റിയുടെ ഉദ്ഘാടനവും ഓറ ആർട്സിൻ്റെ സഹകരണത്തോടെ ഇന്ത്യൻ ക്ലബ്ബ് ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. പെരുന്നാൾ ദിവസം സംഘടിപ്പിച്ച ഈദ് നൈറ്റ് 2025 മ്യൂസിക്കൽ, ഡാൻസ്, കോമഡി ഷോയും ഇതിനോടനുബന്ധിച്ച് അരങ്ങേറി. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക രഹ്ന കലാഭവൻ മണിയുടെ സ്വരസാദൃശ്യത്താൽ പ്രശസ്തനായ രഞ്ജു ചാലക്കുടി, പട്ടുറുമാൽ വിന്നറും സംഗീത സംവിധായകനുമായ അജയ് ഗോപാൽ, ഗായിക ശ്രീകുട്ടി തുടങ്ങിയവർ അവതരിപ്പിച്ച മ്യൂസിക്കൽ, കോമഡി ഷോയും 7 ആർട്സ് ലേഡീസ് വിങ്ങിൻ്റെയും ഓറ ഡാൻസ് ടീമിൻ്റെയും ഡാൻസ് പ്രോഗ്രാമുകളും മറ്റു വിവിധ കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായി നടന്നു. പുതിയ കമ്മിറ്റിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടിൻ്റെ അധ്യക്ഷതയിൽ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി നിർവഹിച്ചു. ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് കാഷ്യസ് കാമിലോ പെരേര, പ്രോഗ്രാമിൻ്റെ ഡയറക്ടറും 7 ആർട്സ് കൾച്ചറൽ ഫോറത്തിൻ്റെ ചെയർമാനുമായ മനോജ് മയ്യന്നൂർ, സംഘടനയുടെ രക്ഷാധികാരിയും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ മോനി ഓടിക്കണ്ടത്തിൽ, രക്ഷാധികാരിയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ MC പവിത്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബൈജു മലപ്പുറം സ്വാഗതവും ട്രഷറർ തോമസ് ഫിലിപ്പ് നന്ദിയും അറിയിച്ചു. ബഹ്റൈൻ തിരൂർ കൂട്ടായ്മ ഈദ് സംഗമവും വിദ്യാഭ്യാസ പ്രതിഭ അവാർഡ് ദാനവും യാത്രയയപ്പ് പരിപാടിയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ പ്രതിഭ അവാർഡുകൾ നൽകി ആദരിച്ചു. 34 വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യവും കൂട്ടായ്മ രക്ഷാധികാരിയുമായ വാഹിദ് ബിയാത്തലിന് കൂട്ടായ്മ പ്രസിഡന്റ് അഷ്റഫ് കുന്നത്തുപറമ്പിൽ സ്നേഹോഷ്മളമായ ആദരവ് നൽകി. തുടർന്ന് നടന്ന ഈദ് സംഗമത്തിൽ മെമ്പർമാരുടെ സംഗീത നിശയും വിവിധ പരിപാടികളും നടന്നു. തിരൂർ കൂട്ടായ്മയുടെ പ്രസിഡന്റ് അഷ്റഫ് കുന്നത്ത് പറമ്പിലിന്റെ അധ്യക്ഷതയിൽ കിങ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗം ഡോക്ടർ യാസർ ചോമയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി P. മുജീബ് റഹ്മാൻ സ്വാഗതവും ട്രഷറർ അനൂപ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. കൂട്ടായ്മ രക്ഷാധികാരിയും BMDFന്റെ ജനറൽ സെക്രട്ടറി ഷമീർ പൊട്ടച്ചോല, പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഫസലുൽ ഹഖ്, സൗദിയിൽ നിന്നും ഈദ് സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ കൂട്ടായ്മ മുൻ ജനറൽ സെക്രട്ടറി ഷഹാസ് കല്ലിങ്കൽ, സതീശൻ പടിഞ്ഞാറേക്കര, മൗസൽ മൂപ്പൻ, മമ്മുക്കുട്ടി, EP, അഹമ്മദ് കുട്ടി എന്നിവർ ആശംസകൾ നേർന്നു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെമൻഡോ റമീസ് കൽപ്പ, നജ്മുദ്ദീൻ, ശ്രീനിവാസൻ, അഷ്റഫ് പൂക്കയിൽ, ഫാറൂഖ് തിരൂർ, മഹ്റൂഫ് അലി, ഷക്കീല ബാനു, റഷീദ മുഹമ്മദ് അലി, ഇബ്രാഹിം പരിയാരപുരം എന്നിവർ വിതരണം ചെയ്തു. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റൈൻ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈദിശൽ നിറഞ്ഞ ജനപങ്കാളിത്തം കൊണ്ട് പ്രൗഢമായി. മനാമ കന്നഡ ഭവൻ ഓഡിറ്റോറിയത്തിൽ ഉസ്മാൻ സഖാഫി തളിപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം സന്ദേശ പ്രഭാഷണം നടത്തി. സയ്യിദ് ബാഫഖി തങ്ങൾ, മൻസൂർ അഹ്സനി, ജമാൽ വിട്ടൽ, അബ്ദുൽ ഹക്കീം സഖാഫി, അബ്ദുൽ സലാം മുസ്ലിയാർ, റഫീഖ് ലത്തീഫി വരവൂർ എന്നിവർ സംബന്ധിച്ചു. ബുർദ ആസ്വാദന വേദികളിലെ ശ്രദ്ധേയ സാന്നിധ്യമായ ഹാഫിൾ സാദിഖ് അലി ഫാളിലിയുടെ നേതൃത്വത്തിൽ ബുർദ പാരായണവും മദ്ഹ് ഗാനവിരുന്നും ഒരുക്കി. സയ്യിദ് ഇബ്രാഹിം ബാഫഖി തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ICF നാഷണൽ ഭാരവാഹികളായ മുസ്തഫ ഹാജി കണ്ണപുരം, അബ്ദുസമ്മദ് കാക്കടവ്, സിയാദ് വളപട്ടണം, ഫൈസൽ ചെറുവണ്ണൂർ, നൌഫൽ മയ്യേരി, CH അഷ്റഫ്, അബ്ദുറഹ്മാൻ ചെക്യാട് എന്നിവർ നേതൃത്വം നൽകി. ഷമീർ പന്നൂർ സ്വാഗതവും ഷംസുദ്ദീൻ പൂക്കയിൽ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
Lulu Money. OICC കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് പുതിയ നേതൃനിര നിലവിൽ വന്നു. OICC ഓഫീസിൽ ചേർന്ന ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് വില്യം ജോൺ ജില്ലാ പ്രസിഡന്റായും നാസർ തൊടിയൂരിനെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുത്തു. ജില്ലാ ട്രഷററായി അനുരാജിനെയും അസിസ്റ്റന്റ് ട്രഷററായി സജി പാപ്പച്ചനെയും വൈസ് പ്രസിഡന്റുമാരായി ബിജു വൈദ്യൻ, വിഷ്ണുനാഥ്, റെജിമോൻ എന്നിവരെയും ജില്ലാ സെക്രട്ടറിമാരായി റോയ് മാത്യു, അജിൻ ഫിലിപ്പ്, ഉല്ലാസ് കുരിപ്പുഴ, സിജി മണപ്പള്ളി എന്നിവരെയും തിരഞ്ഞെടുത്തു. യോഗത്തിൽ OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലപ്പുറം, ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ജനറൽ സെക്രട്ടറി മനു മാത്യു, വൈസ് പ്രസിഡന്റ് നസീം തൊടിയൂർ, വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി റോയ് എന്നിവർ പങ്കെടുത്തു. ബഹ്റിൻ പ്രതിഭ മുഹറക് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വോളിബോൾ മത്സരത്തിന്റെ 4ാം സീസൺ ജൂൺ 12, 13 തീയതികളിൽ സിഞ്ചിലെ അൽ അഹ്ലി ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. ബഹ്റിനിലുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രവാസികൾ നയിക്കുന്ന 12 ടീമുകളാണ് വോളി ഫെസ്റ്റ് 4ാം സീസണിൽ പങ്കെടുക്കുന്നത്. കൂടാതെ ഫിലിപ്പീൻ വനിതകൾ പങ്കെടുക്കുന്ന 2 ടീമുകളുടെ സൗഹൃദ മത്സരവും ഉണ്ടായിരിക്കുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്കും വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്കും മത്സരങ്ങൾ ആരംഭിക്കും. പ്രതിഭയുടെ മുഹറക് മേഖലയിലെ 6 യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ഉത്സവ് 2025 എന്ന പേരിൽ 4 മാസ കാലയളവിൽ നടന്ന പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലെ ജൂൺ 20 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ ഇന്ത്യൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശസ്ത സിനിമാ പിന്നണി ഗായകനും നാടൻപാട്ട് കലാകാരനുമായ അതുൽ നറുകര നയിക്കുന്ന സംഗീത നിശയും മറ്റു കലാപരിപാടികളും ഫിനാലെയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ MV അശോകൻ, മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ, മേഖലാ പ്രസിഡന്റ് സജീവൻ മാക്കണ്ടി, പരിപാടികളുടെ കൺവീനർമാരായ സുലേഷ് VK, സന്തു പടന്നപ്പുറം, മേഖലാ ജോയിന്റ് സെക്രട്ടറി അനിൽ CK, ട്രഷറർ അനിൽ KP എന്നിവർ സംബന്ധിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി രാജ്യത്ത് വേനൽ ചൂട് കനത്തു വരികയാണെന്നും അടുത്തയാഴ്ച മുഴുവൻ തുടർച്ചയായ താപനില വർധനയും കടുത്ത വെയിലും അനുഭവപ്പെടുമെന്നും ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 8 മുതൽ 12 വരെ കഠിനമായ ചൂടുണ്ടാകും. പകൽ താപനില 41 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് തുടങ്ങി ക്രമേണ ഉയരും. ആഴ്ചയുടെ മധ്യത്തിൽ ചൂട് 44 ഡിഗ്രി വരെ ഉയരും. രാത്രി കുറഞ്ഞ താപനില 21 ഡിഗ്രിക്കും 26 ഡിഗ്രിക്കും ഇടയിലായിരിക്കും.